നമസ്കാരം. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മിനി പൊതുമാപ്പിന്റെ കാലാവധി ഡിസംബർ 31-ന് അവസാനിക്കും. രാജ്യത്ത് അനധികൃതമായി തുടരുന്നവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചു. 2020 മാർച്ച് മാസം 1-ന് മുൻപ് റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞും UAE-യിൽ അനധികൃതമായി തുടരുന്നവർക്ക് പിഴയൊന്നും കൊടുക്കാതെ UAE വിടാനുള്ള അവസരമാണ് ഡിസംബർ 31-ന് അവസാനിക്കുന്നത്. അനധികൃതമായി UAE-യിൽ തുടരുന്നവർ ഡിസംബർ 31-ന് മുൻപ് തന്നെ രാജ്യം വിടേണ്ടതുണ്ടെന്ന് ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കി. ഈ കാറ്റഗറിയിൽപ്പെടുന്നവർ വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. സന്ദർശക വിസയിലെത്തി മാർച്ച് 1-ന് മുൻപ് കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുന്നവർക്കും ഈ മിനി പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം. ഇവർക്ക് പിഴയൊന്നും കൊടുക്കാതെ UAE വിടാൻ സാധിക്കും. അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നീ എയർപോർട്ടുകൾ വഴി സ്വന്തം രാജ്യത്തേക്ക് പോകുന്നവർ 6 മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട്. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, മക്തൂം എയർപോർട്ട് എന്നിവ വഴിയാണ് UAE വിടുന്നതെങ്കിൽ യാത്രയ്ക്ക് 48 മണിക്കൂർ മുൻപ് ദുബായ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സെന്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇപ്പോൾ മിനി പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി UAE വിടുന്നവർക്ക് പിന്നീടൊരവസരത്തിൽ രാജ്യത്തേക്ക് തിരികെ വരുന്നതിൽ തടസ്സമൊന്നുമില്ലെന്നും ICA അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട്, ദുബായ്. UAE ഗവൺമെന്റ് പ്രഖ്യാപിച്ച മിനി പൊതുമാപ്പ്, ഷോർട്ട് ടേം ആംനസ്റ്റി, ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ഫെമിൻ പണിക്കശ്ശേരിയാണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം നോർക്ക റൂട്ട്സിന്റെ പ്രവാസി ലീഗൽ എയ്ഡ് സെല്ലിലെ ലീഗൽ കൺസൾട്ടന്റ് ആണ്. ഗുഡ് ഈവനിങ് അഡ്വക്കേറ്റ്. ഗുഡ് ഈവനിങ് സന്ധു. അഡ്വക്കേറ്റ്, മെയ് 14-ാം തീയതിയാണ് ഏറ്റവും ആദ്യം ഈ ഒരു ഷോർട്ട് ടേം ആംനസ്റ്റിയുടെ ഫസ്റ്റ് അനൗൺസ്മെന്റ് വരുന്നത്. നവംബർ 17-ാം തീയതി ഇതിന്റെ പൊതുമാപ്പിന്റെ കാലാവധി അവസാനിക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് ലഭ്യമായിരുന്ന ഒരു അനൗൺസ്മെന്റ്. പിന്നീട് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ കൂടുതൽ സമയം നമുക്ക് അനുവദിച്ച് നൽകുകയായിരുന്നു, ഡിസംബർ 31-ാം തീയതി വരെ. അപ്പൊ തുടക്കത്തില് ഇപ്പോ ഈ ഒരു നോർക്ക റൂട്ട്സുമായിട്ട് ഡെയിലി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു ഇതിനോട് ജനങ്ങളോട് പ്രതികരണം? നമുക്കറിയാം, കോവിഡിന്റെ സാഹചര്യത്തിൽ നിരവധി പേര് ഇവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം ബോർഡേഴ്സ് ഒക്കെ അടച്ച സാഹചര്യത്തിൽ ജോലി പോയതിന്റെ ഭാഗമായും വിസയുടെ കാലാവധി കഴിഞ്ഞും ഇവിടെ സ്റ്റക്കായ കുറേയധികം പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കറക്റ്റ് ആ ഒരു നവംബർ 17 എന്ന് പറഞ്ഞിരുന്ന ആദ്യ ഡെഡ് ലൈൻ, ആ ഒരു സമയത്ത് കറക്റ്റ് ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? അതെ, വളരെ ഒരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മെയ് 14 മുതൽ നവംബർ 17 വരെയാണ് ആദ്യം ഇത് നിശ്ചയിച്ചിരുന്നത് എങ്കിലും കുറച്ച് സമയം കൂടി ഒരു മാസത്തോളം നമുക്ക് കൂട്ടി കിട്ടിയത് ഏറ്റവും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന പലർക്കും വളരെയധികം സഹായമായി ഈ ഒരു എക്സ്റ്റൻഷൻ. കാരണം നിരവധി കോളുകളാണ് നോർക്കയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഈ കാലഘട്ടങ്ങളിലെല്ലാം. അതിൽ ഓവർസ്റ്റേ കൂടാതെ തന്നെ സിന്ധുവിന് അറിയാമല്ലോ, ഈ ഓവർസ്റ്റേ അല്ലെങ്കിൽ ഫൈൻ ഉള്ളത് മാത്രമേ ഇവർ ഒഴിവാക്കി കൊടുക്കുകയുള്ളൂ. നേരെ മറിച്ച് ലീഗൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുകയില്ല. അതിന് നമുക്ക് കുറച്ച് സമയമാണ് വേണ്ടിയിരുന്നത്. ആ ബാങ്കുമായിട്ടാണെങ്കിലുള്ള കേസുകൾ സെറ്റിൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫേമുകളുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നതിനുള്ള ഒരു സമയം നമുക്ക് ആവശ്യമായിരുന്നു. ആ ഒരു സമയം നമുക്ക് ഈ ഒരു മാസത്തോട് കൂടിയിട്ട് വളരെയധികം ആൾക്കാർക്ക് അത് ഗുണപ്രദമാകും എന്ന കാര്യത്തിൽ വളരെയധികം എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ കഴിയും. വളരെ നല്ലൊരു ഡിസിഷൻ ആണ് ഇപ്പൊ ഈ ഒരു എക്സ്റ്റൻഷൻ കൊണ്ട് UAE ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ്, ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം മുൻ വർഷങ്ങളിലും പൊതുമാപ്പ് പ്രഖ്യാപനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എമിറേറ്റ്സ് ID അല്ലെങ്കിൽ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈൻസ് എല്ലാം വേവ് ഓഫ് ചെയ്യും എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണയുണ്ട്. പലപ്പോഴും ഒരുപക്ഷെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ പെട്ടുകിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ റെന്റൽ ഡിസ്പ്യൂട്ടിൽ പെട്ടുകിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിക്കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താത്ത നിരവധി പേരുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരെ സഹായിക്കാനായിട്ട് നോർക്ക റൂട്ട്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇപ്പൊ നിലവിലുണ്ടോ? നോർക്ക റൂട്ട്സ് കഴിഞ്ഞ വർഷമാണ്, ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാണ് ഈ നവംബറോട് കൂടിയിട്ട് പ്രവാസി നിയമസഹായ പരിഹാര സെല്ല് രൂപീകരിച്ചിട്ട്. ഈ ഒരു വർഷത്തിനുള്ള നിരവധി സേവനങ്ങളാണ് UAE ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ലോയേഴ്സ് നൽകിയിട്ടുള്ളത്. അതിൽ പല രീതിയിലുള്ള കേസുകളും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്.
ബാങ്ക് കേസുകൾ, അതുപോലെ തന്നെ റെന്റുമായി ബന്ധപ്പെട്ട കേസുകൾ, ഈ എല്ലാതരം കേസുകളും നമ്മൾ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. കൂടുതലായിട്ടും വരുന്നത് ഈ എൻഡ് ഓഫ് ബെനിഫിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് എന്ന് പറയേണ്ടി വരും. കാരണം പല കമ്പനികളും നഷ്ടത്തിലാണ് ഓടുന്നത്, പലർക്കും ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ കൂടുതലും ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കോളുകൾ എൻഡ് ഓഫ് ബെനിഫിറ്റ്സുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കോളുകളാണ് കൂടുതലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാമ്പത്തിക കേസുകൾ പറഞ്ഞതിലും നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ഇനീഷ്യൽ കൺസൾട്ടേഷൻ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും, ഇപ്പൊ അവർക്ക് ഒരു പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ, കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അപ്ലിക്കേഷൻ ഫോംസ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണമെങ്കിലോ, അതിനുള്ള ഒരു പ്രാരംഭ ഘട്ട എല്ലാവിധ സഹായങ്ങളും നോർക്ക റൂട്ട്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞ സമയത്താണ് എനിക്ക് എന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. സപ്പോസ് എന്തെങ്കിലും കാരണവശാല് ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പോയ കമ്പനികളിൽ നിന്ന് വരെ എൻഡ് ഓഫ് ബെനിഫിറ്റ്സ് കിട്ടേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ഒരു പക്ഷെ ഒരു അവസാന ഒരു തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ അവസാന ഒരു ശ്രമം എന്ന രീതിയിൽ ഇവിടെ നിന്ന് ഒരു പക്ഷെ ലേബർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അല്ലെങ്കിൽ പരാതി കൊടുത്ത് എൻഡ് ഓഫ് ബെനിഫിറ്റ്സ് കിട്ടാൻ ട്രൈ ചെയ്യുന്ന നിരവധി പേരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ സഹായിക്കാനും നോർക്ക റൂട്ട്സിന്റെ ഇത്തരത്തിലുള്ള ലീഗൽ എയ്ഡ് സെല്ല് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത് അങ്ങനെയുള്ള ഒരു മേഖല നോർക്ക റൂട്ട്സ് ഇതുവരെ ഞാൻ ഇന്നുവരെ ഒരു കേസ് അതുപോലെ ഡീൽ ചെയ്തിട്ടില്ല. കാരണം നമുക്കൊരു കേസ്, ഒരു പ്രവാസിക്ക് ഒരു നിയമസഹായം ആവശ്യമായി വരികയാണെങ്കിൽ നമ്മളെ അല്ല ഡയറക്റ്റ് പ്രവാസി ബന്ധപ്പെടേണ്ടത്. പ്രവാസി നേരിട്ട് നോർക്ക റൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യുകയും അവിടെ നിന്ന് നോർക്കയുടെ ബന്ധപ്പെട്ട അധികാരികൾ ആ നിയമ സഹായത്തിന് ഇയാൾ അർഹനാണോ എന്ന് പരിശോധിക്കുകയും എന്നിട്ട് ദുബായിൽ അല്ലെങ്കിൽ UAE-യിലുള്ള ഏത് അഡ്വക്കേറ്റ് ആണോ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ളത് എന്നൊരാൾക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പല ലീഗൽ ഫേംസും ഉണ്ട്. പ്രാരംഭ ഘട്ടത്തിലുള്ള നിയമസഹായം മാത്രമാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് നമ്മൾ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല, അത് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊരു ഉദാഹരണത്തിന് നാട്ടിലോട്ട് പോയ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പവർ ഓഫ് അറ്റോർണി തന്നാൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കോടതിയിൽ ഹാജരാകാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ പവർ ഓഫ് അറ്റോർണി നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രം നമുക്കത് പറ്റത്തില്ല. ഞാനിപ്പോ ഒരു ലീഗൽ ഫേമിന്റെ പാർട്ട്ണറാണ്. നമ്മുടെ ലീഗൽ ഫേമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ലോയറുടെ പേരിൽ ഒരു പവർ ഓഫ് അറ്റോർണി തരേണ്ടതായിട്ട് വരും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു സർവീസ് നോർക്ക ഇതുവരെ എക്സ്റ്റെൻഡ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ഭാവിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നോർക്കയുടെ. അപ്പൊ കൂടുതലും പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞ സമയത്ത് 2 പോയിന്റ്സ് ആണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ് തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ലീഗൽ സ്റ്റെപ്സ് എടുക്കാനായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലായ്ക, അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോടതിയെ അപ്രോച്ച് ചെയ്യുക, മറ്റ് ലീഗൽ സ്റ്റെപ്സ് എടുക്കാനായിട്ട് സാമ്പത്തിക സഹായം വേണ്ടിവരും. ഇത് പലപ്പോഴും പലർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കില്ല പലരും പോകുന്നത്. അത് സിറ്റുവേഷൻ ഒന്ന്. പിന്നെ അഡ്വക്കേറ്റ് പറഞ്ഞതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പക്ഷേ ഈ ഒരു പൊതുമാപ്പിന്റെ ആ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്ക് ഡിസംബർ 31-നകം പോകുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ലീഗൽ ഫേമിന് പവർ ഓഫ് അറ്റോർണി കൊടുത്ത് അവരുടെ കേസ് നടത്തിക്കാനുള്ള ആ ഒരു റിക്വസ്റ്റുമായിട്ട് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഈ നവംബർ 17 കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയേണ്ടതായിട്ട് വരും. ഒരു വിലാസിനി എന്ന് പറഞ്ഞ ഒരു ലേഡി നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രശ്നം, അവർക്ക് ഓവർസ്റ്റേ 1 വർഷമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു റെന്റ് കമ്മിറ്റിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ റെന്റ് കമ്മിറ്റിയിൽ വലിയ ഒരു ബാധ്യതയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. സാധാരണ റെന്റ് കമ്മിറ്റി കേസുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിലൊരു ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസിന് പോവുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് റെന്റ് കമ്മിറ്റി കേസുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒരു തുക ആദ്യം അഡ്വാൻസ് ആയി അടയ്ക്കുകയും ബാക്കി 3, 4 അല്ലെങ്കിൽ 5, 6 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് ആ കേസ് തീർത്തതിന് ശേഷം രാജ്യം വിടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കോടതികൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ നവംബർ എന്ന ഒരു കാര്യം ഡിസംബറിലോട്ട് മാറ്റിയതോട് കൂടിയിട്ട് ഇവർക്ക് കൂടി നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇപ്പൊ കൈവന്നിരിക്കുകയാണ്. കാരണം അവർക്ക് എന്തായാലും നവംബറിൽ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ തീരുകയില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയത് അവരെ പോലുള്ള പലരും ഉണ്ടാകും ഇവിടെ, അവരെ പോലുള്ള പലർക്കും ഇതൊരു ആശ്വാസം തന്നെയാണ്. അതിന്റെ വേണ്ടിയിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോർക്ക ഇപ്പൊ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് വളരെയധികം സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പൊ നോർക്ക റൂട്ട്സിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ തന്നെ കോൺസുലേറ്റിൽ, ഇന്ത്യൻ കോൺസുലേറ്റില് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് നൽകാനായിട്ട് അവിടെയും ഒരു സിസ്റ്റം ഉണ്ട്. പ്രവാസി സഹായത കേന്ദ്ര എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയുള്ള പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം നൽകാൻ, നിയമസഹായത്തില് അഡ്വൈസ് നൽകാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയൂ അഡ്വക്കേറ്റ്. കോൺസുലേറ്റ് പ്രവാസി സഹായത കേന്ദ്ര എന്ന ഈ ഒരു സർവീസ് കുറച്ച് നാളുകളായിട്ട് അത് ഒരു നിർത്തിവെച്ചൊരവസ്ഥയിലായിരുന്നു. അത് വീണ്ടും ഇപ്പൊ ഈ കഴിഞ്ഞ മാസം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കോൺസുലർ ജനറൽ CGI നമ്മളൊരു മീറ്റിംഗിന് വിളിച്ചിരുന്നു. നോർക്ക ലോയേഴ്സിനെ കൂടി പ്രവാസി സഹായത കേന്ദ്രത്തിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആ പാനൽ ഓഫ് അഡ്വക്കേറ്റ്സിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ കൂടി ഇപ്പോ ആ ഒരു പ്രവാസി സഹായത കേന്ദ്രയുടെ ഭാഗമായിട്ട് ലീഗൽ അഡ്വൈസ് കോൺസുലേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻപ് അത് ജുമേറയിലായിരുന്നു ഈ ഒരു പ്രവാസി സഹായത കേന്ദ്രം ഉണ്ടായിരുന്നത്. അതിപ്പോ മാറ്റിയിട്ട് കോൺസുലേറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു റൂമിൽ അത് സജ്ജീകരിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ വോക്കിനായിട്ട് ആർക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക സമയം വെച്ചിട്ടുണ്ട്. അത് ഒരു 2 മണി തൊട്ട് 6 മണി വരെ, സൺഡേ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വോക്കിനായിട്ട് പോവാം കോൺസുലേറ്റിൽ. അതുപോലെ തന്നെ അത് ഹോളിഡേസിലും ഉണ്ട്. ഹോളിഡേസിൽ ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിൽ അത് 2 മണി മുതൽ 6 മണി വരെയാണ്. സോറി, വോക്കിൻ 9 മണി തൊട്ട് 6 മണി വരെയാണ്. ഹോളിഡേസിൽ 2 മണി തൊട്ട് 6 മണി വരെയാണ്. അങ്ങനെയുള്ള ഒരു സഹായം ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രവാസികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് പറയേണ്ടി വരും, പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് കഴിയാവുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ എമിറേറ്റ്സ് ഐഡിയും വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിഴ ശിക്ഷ ഒഴിവാക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇതാണ് ഇത്തരത്തിലുള്ള ലയബിലിറ്റീസ് ഒക്കെ മാറ്റി നാട്ടിലേക്ക് തിരികെ പോകാനുള്ള ഏറ്റവും നല്ല അവസരം. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചിന്ത വരും, ഇനിയും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാം എന്നൊരു ചിന്ത. അത് അപകടകരമാണ് അല്ലെ അഡ്വക്കേറ്റ്? അത് പല, എനിക്കറിയാം, അത് നേരിട്ട് നമുക്ക് പല നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അത് അറിയാം. ശരിക്കും നമ്മളത് നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഇത്രയായി, 1 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 6 മാസത്തോളം ഓവർ സ്റ്റേ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നാൾ കൂടി നിന്നിട്ട് അടുത്ത ഓവർ സ്റ്റേക്ക് ശ്രമിക്കാം എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ചിന്തിക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ലീഗലൈസ് ചെയ്യുക നിങ്ങളുടെ ഇവിടുത്തെ സ്റ്റേ, ഓവർ സ്റ്റേ എന്നുള്ളത്. ഈ ഗവൺമെന്റ് ഇപ്പോൾ തന്നിട്ടുള്ള ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ട് എല്ലാവരും തന്നെ, ഇനിയൊരു അവസരം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡിസംബറിന് മുമ്പ് തന്നെ എല്ലാവരും അവരുടെ താമസ വിസയോ അല്ലെങ്കിൽ അതോ ഓവർ സ്റ്റേ ഫൈനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിന് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് നോർക്കയുടെ രൂപത്തിൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവാസി സഹായത കേന്ദ്രം എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ സ്റ്റേ ലീഗലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഇതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി അനുസരിച്ച് ഈ ഒരു ഡെഡ് ലൈൻ അവസാനിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരുപക്ഷെ 2021 തുടക്കം മുതൽ തന്നെ ഇതുപോലെ അനധികൃതമായിട്ട് ആരെങ്കിലും ഇവിടെ രാജ്യത്ത് കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുമാപ്പിന്റെ ഈ ഒരു മിനി പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താതെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നൊരു സൂചനയും UAE ഗവൺമെന്റ് അധികൃതർ നൽകുന്നുണ്ട് അല്ലെ? തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് അവർ 1 മാസം കൂടി എക്സ്റ്റൻഷൻ കൊടുത്തത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. തീർച്ചയായും അടുത്ത വർഷാരംഭത്തോടു കൂടി തന്നെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന എല്ലാവരെയും തന്നെ കണ്ടെത്തുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കരുതലോട് കൂടി തന്നെ എല്ലാവരും ഇതുമായിട്ട് മുന്നോട്ട് പോകണം. തീർച്ചയായും. അപ്പൊ എന്തായാലും അഡ്വക്കേറ്റ്, താങ്ക് യു സോ മച്ച് ഇത്രയധികം നേരം സംസാരിച്ചതിനൊപ്പം തന്നെ ആ ടോൾ ഫ്രീ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി നോർക്കയുടെ കീഴിലുള്ള മലയാളികളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരിലേക്ക് ആ ഒരു മെസ്സേജ് എത്താണെങ്കിൽ വളരെയധികം ഗുണകരമായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നോർക്കയുടെ കീഴിലുള്ള ഈ ഒരു ലീഗൽ എയ്ഡ് സെല്ലിനെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, അതിന്റെ കോൺടാക്ട് നമ്പർ കൂടി പറയുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. നോർക്കയ്ക്ക് 2 രീതിയിലുള്ള ഒരു ബന്ധപ്പെടാനാണ് നോർക്ക അവസരം നൽകിയിട്ടുള്ളത്. ഒന്ന്, ഒരു ഇമെയിൽ മുഖാന്തരം നമുക്ക് നോർക്കയുടെ സിഇഒയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ceo.norcaroots@gmail.com ceo.norcaroots@gmail.com എന്ന ഇമെയിലിൽ നിങ്ങൾക്ക് പ്രവാസികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇമെയിലുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്,
ഈ ടോൾ ഫ്രീ നമ്പറുമായിട്ട് വ്യാപകമായിട്ട് ഒരു ആക്ഷേപം കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നു. കാരണം അത് വളരെ ബിസിയാണ്, അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പറയാം. കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്രയും കൂടുതൽ വോള്യൂം ഓഫ് കോൾസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയത്ത് അത് പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നിരുന്നാലും പ്രവാസികൾക്ക് 00918802012345 00918802012345 എന്നീ നമ്പറിൽ ടോൾ ഫ്രീ ആണ്. അത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തന്നെ അവിടുന്ന് നിങ്ങളെ തിരിച്ചു കോൺടാക്ട് ചെയ്യും. ഒരു മിസ് കോൾ ലഭിച്ചാൽ തന്നെ കോൺടാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും അത്രേ ഉള്ളൂ. അപ്പോ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ സിഇഒയുടെ ആ ഒരു ഇമെയിൽ ഐ ഡി, അതായത് CEO.norcaroots@gmail.com എന്ന ഇമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടോൾ ഫ്രീ നമ്പർ ഒരുപക്ഷെ ഒരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ തിരികെ കോൾ കിട്ടും എന്നുള്ളതാണ് നോർക്കയുടെ പ്രതിനിധി കൂടിയായ ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ഫെമിൻ പണിക്കശ്ശേരി നമുക്കിപ്പോ ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷം അഡ്വക്കേറ്റ്. എല്ലാവരും തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി അവരുടെ സ്റ്റേറ്റസ് ലീഗലൈസ് ചെയ്യാൻ, ഒപ്പം തന്നെ ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ മിനി പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിൽ പോകുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും രാജ്യത്തേക്ക് തിരികെ വരാം. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബാനും നിലവിലുണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി അവര് നൽകുന്നുണ്ട്. ഇപ്പോ ഒരുപക്ഷെ സ്റ്റേറ്റസ് റെഗുലറൈസ് ചെയ്യാനായിട്ട് അവർക്ക് മാർഗമുണ്ട്. ഫൈൻ അടച്ചുകൊണ്ട് സ്റ്റേറ്റസ് റെഗുലറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന് കഴിയാത്തവർക്ക് ഈ ഒരു മിനി പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്ക് പോയി ഒരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാനും ഇവിടെ ജോലി അന്വേഷിക്കാനും ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട്, അല്ലെ അഡ്വക്കേറ്റ്? അതെ അതെ, അതാണ്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഈ ഒരു അവസരം വിനിയോഗിക്കുക, തങ്ങളുടെ സ്റ്റേ ഒരു ലീഗലൈസ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് അഡ്വക്കേറ്റ്. താങ്ക് യു സോ മച്ച്. കോവിഡിന്റെ സാഹചര്യത്തിൽ മാർച്ച് 1 മുൻപ് റെസിഡൻസ് വിസ, വിസിറ്റ് വിസ എന്നിവ എക്സ്പയർ ആയി രാജ്യത്ത് അനധികൃതമായി തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എമിറേറ്റ്സ് ഐഡിയിന്മേലോ വർക്ക് പെർമിറ്റിന്മേലോ ഉള്ള പിഴ അടയ്ക്കാതെ സ്വന്തം നാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ ലഭ്യമായിട്ടുള്ളത്. ഡിസംബർ 31 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്താം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനുശേഷം തിരിച്ചുപോയി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് UAE തിരികെ വരാം, സുരക്ഷിതരായി തിരികെ വരാം, ഇവിടെ ജോലി ചെയ്യാം. അതിനുള്ള സാഹചര്യത്തിൽ യാതൊരു തടസ്സം ഉണ്ടാകില്ല എന്നുള്ള കാര്യം IC അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് ദുബായ് വിമാനത്താവളത്തിൽ എത്തുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്ന് ദുബായ് എയർപോർട്ട് അതോറിറ്റി. ഡിസംബർ 6 മുതൽ ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നതായിട്ടാണ് ദുബായ് എയർപോർട്ട് ട്രാവൽ അപ്ഡേറ്റ് വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ മക്തും എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് നേരിട്ടെത്തുന്നവർക്കാണ് ഇനി മുതൽ കോവിഡ് ടെസ്റ്റ് വേണ്ടെന്ന് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ 2 എയർപോർട്ടിലും എത്തുന്നവർ ഇവിടെ നിന്ന് കോവിഡ് ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. എമിറേറ്റ്സ് എയർലൈൻ, ഫ്ലൈ ദുബായ് എന്നിവർ അവരുടെ വെബ്സൈറ്റിൽ ഈ പുതിയ നിർദ്ദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UAE ഗോൾഡ് ആൻഡ് ജ്വല്ലറി രംഗത്തെ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷ്യം വെച്ച് UAE ഗവൺമെന്റ് പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ഇതിനായി ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയോഗിക്കും. UAE സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും സ്വർണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട വ്യക്തമായ വസ്തുവിവരങ്ങൾ ശേഖരിക്കാനും ലക്ഷ്യം വെച്ചാണ് UAE ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയോഗിക്കാൻ ഒരുങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ UAE ഗോൾഡ് ഡെലിവറി സ്റ്റാൻഡേർഡ് എന്ന പുതിയ സിസ്റ്റം വിപണിയിൽ കൊണ്ടുവരാനും ഗവൺമെന്റ് ആലോചിക്കുന്നു. ഇത് നിലവിൽ വരുന്നതോടെ UAE മാർക്കറ്റിൽ എത്തുന്ന സ്വർണത്തെക്കുറിച്ചും അത് പ്രാദേശിക റിഫൈനറികളിൽ എത്തുന്നതിനെക്കുറിച്ചും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ കണക്കുകൾ ലഭ്യമാകും. സിറ്റി ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ദുബായ് എമിറേറ്റിൽ മാത്രം 1200-ലേറെ ജ്വല്ലറി ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ കയറ്റുമതിയുടെ ഏറിയ പങ്കും UAE-യിലേക്കാണ്. കരുതൽ സ്വർണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിലും UAE മുൻപന്തിയിലാണ്. വേൾഡ് ഗോൾഡ് കൌൺസിൽ രേഖകൾ അനുസരിച്ച് കരുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ലോകത്ത് തന്നെ 3-ാം സ്ഥാനത്താണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ, ദുബായ്. ദുബായിയുടെ ദേശീയ എയർലൈൻസ് ആയ എമിറേറ്റ്സ് എയർലൈൻസ് സ്പെഷ്യൽ ഹോളിഡേ സീസൺ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യ, UK, പാകിസ്ഥാൻ, ഈജിപ്ത്, ഗ്രീസ് എന്നിവിടങ്ങളിലേക്കാണ് പ്രത്യേക നിരക്കുകൾ പ്രഖ്യാപിച്ചത്. ഡിസംബർ 19 മുൻപ് എടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് പ്രത്യേക നിരക്കുകൾ ബാധകമാവുക. 2021 മെയ് 31 വരെയാണ് ഈ ടിക്കറ്റുകളുടെ കാലാവധി.
UAEയുടെ പല ഭാഗങ്ങളിലും ഇന്നലെയും ഇന്നുമായി മഴ ലഭിച്ചു. ഇന്ന് രാവിലെ ഫുജ്റ, അൽ ഖുവൈൻ എന്നിവിടങ്ങളിൽ നേരിയ തോതിൽ മഴ പെയ്തു. ഇതേ തുടർന്ന് താപനിലയിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തി. മണിക്കൂറിൽ 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇനി മറ്റു വാർത്തയിലേക്ക്. ഇറാനിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനായ മൊഹ്സൈൻ ഫക്രിസാദയുടെ കൊലപാതകം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് കൊലപാതകം നടത്തിയത്. മൊഹ്സൻ ഫക്രിസാദയുടെ കൊലപാതകം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡർ റിയർ അഡ്മിറൽ അലി ഫഡാവി. ലോകത്തിൽ ഇപ്പോൾ ലഭ്യമായതിൽ ഏറ്റവും നൂതനമായ ക്യാമറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ സഹായത്തോടെ മെഷീൻ ഗൺ സാറ്റലൈറ്റിലൂടെ ഓൺലൈനായി നിയന്ത്രിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് ഫഡാവി മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു വാഹനത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന മെഷീൻ ഗണ്ണിൽ നിന്ന് 13 റൗണ്ട് വെടിയുണ്ടകളാണ് ഫക്രിസാദയുടെ നേർക്കുതിർന്നത്. അദ്ദേഹത്തിന്റെ മുഖം കൃത്യമായി തിരിച്ചറിഞ്ഞായിരുന്നു ആക്രമണമെന്നും അത്രയ്ക്ക് ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നും ഫഡാവി പറഞ്ഞു. 25 സെന്റിമീറ്റർ മാത്രം അകലെയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റില്ലെന്നും ഫഡാവി കൂട്ടിച്ചേർത്തു. വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് നേരത്തെ ഇറാൻ മാധ്യമങ്ങളും സർക്കാർ വൃത്തങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിരുന്നില്ല. നവംബർ 27-നാണ് ടെഹ്റാനിലേക്ക് പോവുകയായിരുന്ന ഫക്രിസാദെ കൊല്ലപ്പെട്ടത്. ഇറാനിലെ പരമോന്നത പദവിയിലിരിക്കെ ഈ വർഷം കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് ഫക്രിസാദെ. കഴിഞ്ഞ ജനുവരിയിൽ സൈനിക നേതാവ് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നു. 2010 ശേഷം ഇറാനിൽ കൊല്ലപ്പെടുന്ന 5ാമത് ആണവ ശാസ്ത്രജ്ഞനാണ് ഫക്രിസാദെ. ഫക്രിസാദയുടെ മരണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് ഇറാന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം ഫക്രിസാദയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ മക്കൾ രംഗത്തെത്തിയിരുന്നു. ഇറാൻ ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. ഒരു വധശ്രമത്തിനപ്പുറം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ് തങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ടതെന്നാണ് അവർ അന്ന് പറഞ്ഞത്. അതൊരു ആസൂത്രിത കൊലപാതകമാണെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഫക്രിസാദയ്ക്ക് നേരെ ആക്രമണ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും മക്കൾ പറഞ്ഞു. 2018-ൽ ഇസ്രായേലിലെ ഒരു ഉന്നതതല യോഗത്തിൽ ഫക്രിസാദയുടെ പേര് ഓർത്തുവെക്കണമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാന്റെ അമാദ് ഹോപ്പ് പദ്ധതികളെ നയിച്ചിരുന്നത് ഫക്രിസാദയായിരുന്നു. മൊസാദും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ CIA-യും ഫക്രിസാദയെ 2006 മുതൽ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. പ്രവാസികളുടെ NOC എടുത്തു കളയാൻ ഒമാൻ. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉടൻ വരുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. പ്രവാസികളുടെ NOC എടുത്തു കളയുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി പറഞ്ഞു. പ്രവാസി തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിൽ ഉടമയുടെ കീഴിലേക്ക് മാറാനുള്ള സംവിധാനമാണ് NOC-യുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉടൻ വരുമെന്ന് IISS M20 മനാമ ഡയലോഗിലാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾക്ക് പുറമെ പുതിയ നികുതി സംവിധാനം കൊണ്ടുവരുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക് കോട്ടം തട്ടാത്ത നിലയിൽ ദീർഘകാലമായി തുടർന്നു വരുന്ന സബ്സിഡികളിലും പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ ദില്ലിയിൽ നടക്കുന്ന സമരം 12ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന് പുറത്തും ശ്രദ്ധേയമായി പ്രതിഷേധങ്ങൾ. ആയിരക്കണക്കിന് പേരാണ് കർഷകർക്ക് ഐക്യദാർഢ്യവുമായി ഇന്നലെ ലണ്ടൻ നഗരമധ്യത്തിൽ ഒത്തുചേർന്നത്. രാജ്യത്ത് നടക്കുന്ന കർഷക പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയും ഐക്യരാഷ്ട്രസഭയും ആശങ്ക അറിയിച്ച് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ലണ്ടൻ നഗരമധ്യത്തിലെ ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ ആയിരങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. ഇന്ത്യ കർഷകരെ വിൽക്കുന്നത് അവസാനിപ്പിക്കണം, കർഷകർക്ക് ഐക്യദാർഢ്യം തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം നടന്നത്. ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ ട്രാഫൽ സ്ക്വയറിലേക്ക് മാർച്ച് ചെയ്തു. സമരക്കാർ റോഡിൽ കാറുകൾ നിർത്തിയിട്ടത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാക്കി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ട് ലേബർ പാർട്ടി MP-യായ തൻമഞ്ജീത് സിംഗ് ദേശിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബിന് കത്ത് നൽകിയിരുന്നു. ദേശിയുടെ നേതൃത്വത്തിൽ 36 ലേബർ പാർട്ടി MP-മാരായിരുന്നു കത്തയച്ചത്. ഇതിന് പിന്നാലെയാണ് ലണ്ടൻ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് പ്രതിഷേധം നടന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒത്തുകൂടിയെന്നാരോപിച്ച് നിരവധി പേരെ ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം പ്രതിഷേധത്തിന് പിന്നിൽ വിഘടനവാദികളാണെന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറേറ്റ് അധികൃതരുടെ വാദം. കർഷക നിയമത്തിനെതിരായ സമരം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും കർഷകരെ പിന്തുണയ്ക്കാനെന്ന വ്യാജേന ഇന്ത്യ വിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കിയെന്നും അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.
അബുദാബി ഹെൽത്ത് സർവീസ് കമ്പനിയായ സേഹ കോവിഡ് PCR ടെസ്റ്റിന്റെ തുക 85 ദിർഹമായി കുറച്ചു. സേഹയ്ക്ക് കീഴിലുള്ള എല്ലാ സെന്ററുകളിലും നിരക്ക് 85 ദിർഹമായിരിക്കും. ഡിസംബർ 5-ാം തീയതി ശനിയാഴ്ചയാണ് കോവിഡ് PCR ടെസ്റ്റിന്റെ നിരക്ക് 85 ദിർഹമായി കുറച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് സേഹ ട്വിറ്റർ അക്കൌണ്ട് വഴി അറിയിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ 370 ദിർഹത്തിൽ നിന്ന് 250 ദിർഹമായും അതേ മാസത്തിൽ തന്നെ 150 ദിർഹമായി PCR ടെസ്റ്റിന്റെ നിരക്ക് കുറച്ചുകൊണ്ട് സേഹ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. സേഹ ആപ്പ് വഴി കോവിഡ് ടെസ്റ്റിനായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അബുദാബിയിൽ സയ്യിദ് സ്പോർട്സ് സിറ്റി, അൽ വത്ബ, അൽ ബാഹിയ, അൽ ഷംക, കോർണിഷ് എന്നിവിടങ്ങളിലും അലൈനിൽ, അൽ ഹിലി, അഷാരിജ് എന്നിവിടങ്ങളിലും അൽ ദഫ്രയിൽ 6 ഇടങ്ങളിലും സേഹയുടെ കീഴിൽ ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഉണ്ട്. ദുബായ്, സിറ്റി വോക്ക്, മിനാർ റാഷിദ്, അൽ ഖവനീജ് എന്നിവിടങ്ങളിലും ഷാർജ എമിറേറ്റ്സിൽ ഗോൾഫ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബിലും സ്ക്രീനിംഗ് സെന്റേഴ്സ് പ്രവർത്തിക്കുന്നു. ഉമൽ ഖ്വൈൻ, റാസൽ ഖൈമ, ഫ്യുജേറ, അജ്മാൻ എന്നിവിടങ്ങളിലും ഓരോ സെന്ററുകൾ വീതം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ടെസ്റ്റിംഗ് സെന്റേഴ്സും ഡ്രൈവ് ത്രൂ സെന്റേഴ്സാണ്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.